സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, തനതു ഭാരത മർത്യനിൽ കണ്ടൊരു പെരുമാറ്റം, വൃത്തിയോ വേദനിച്ചവിടുന്നു കുടിയേറ്റം. കണ്ട നിങ്ങൾക്ക് ഇതെന്തെന്നു വ്യക്തമായി, കണ്ണിൽ കാണാത്തവർക്ക് എത്ര മധുരമായി. എന്താണ് ചത്ത കോഴികളുടെ മിലിറ്ററി പരേഡാ? ചത്ത കോഴിയുടെ ചമ്മന്തി വിൽപ്പന ഇനി ആ മാർക്കറ്റ് കൂടുതലായിരിക്കും. അസുഖം വന്ന ചത്ത കോഴികളുടെ സെമിത്തേരി ഏത് ദിശയിലാണ്? പാവം ഈ കോഴികളുടെ ആത്മാവിന് നമുക്ക് ചിക്കൻ ചില്ലിയായിട്ടും ചിക്കൻ ചാപ്സായിട്ടും ബലിയിടാം. ഇത് കണ്ട് ഞാൻ 3 വട്ടം കാക്കി, ബട്ട് ഇറ്റ് വാസ് ഇൻട്രസ്റ്റിംഗ് ടു വാച്ച്. ഇങ്ങനെ ഇടുപ്പിന്നൊരു വള്ളി നരകത്തിലോട്ട് കെട്ടിത്തൂക്കിയിട്ടുണ്ട്. അതുവഴി പിടിച്ച് മുകളിലോട്ട് കയറി വന്ന ജീവികളെ ഈ ക്രൂരൻ ബലാൽ ഭംഗം ചെയ്ത് കൊന്നു ഇങ്ങനെ തിന്നും. വേറൊന്നും വേണ്ട, തല കണ്ടാ മതി ഛർദ്ദിക്കാൻ. ഇതാണ് കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ട ഒറിജിനൽ ക്രിസ്മസ് അപ്പൂപ്പൻ. പുറത്ത് വിലസുന്നത് അപരൻ. ചോറ് തിന്നാതെ ഇതൊക്കെ കണ്ടിട്ട് എന്നെ ശപിക്കരുത്. എന്താ പൂപ്പത്? ഡ്രാഗൺ ചിക്കനാ പാത്രത്തിൽ. ഇച്ചിരി മഴവെള്ളം കൂടെ ചേർത്തിട്ട് കണ്ണടച്ചിരുന്ന് തിന്നെ. പിതാജിക്ക് ഫേസ്ബുക്ക് ഐഡിയ ഒക്കെ ഉണ്ട്, അരിൻ സ്മോക്കി. അതല്ല, കരീം സ്മോക്കി. എനിക്ക് തോന്നുന്നു ആ പാത്രത്തിൽ കലക്കി വെച്ചേക്കണ ദുബായ് ചോക്ലേറ്റ് ആണ്. ഇയാളുടെ പാത്രത്തിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഇയാളുടെ കക്കൂസിന്റെ അവസ്ഥ എന്തായിരിക്കും? ഐ തിങ്ക് അപ്പൂപ്പൻ ഈസ് ഫ്രം റഷ്യ. ഹി ഹാസ് നോ ബ്രഷ് ബട്ട് ഹാസ് ഓൺ ക്രഷ് ആൻഡ് ഐ ഗോ ട്രൈ മൈ ഐസ് ടു വാഷ്. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, സ്വാതന്ത്ര്യം, ദ അൾട്ടിമേറ്റ് ഫ്രീഡം ആണ് ഉദ്ദേശം. അവിടെ ഇരുന്ന് പണിയെടുക്കുന്നവർക്കും കഴിക്കുന്നവർക്കും വന്നവർക്കും പോണവർക്കും എന്തിന് ഓരോ അരമണിക്കും വരെ സ്വാതന്ത്ര്യം. നോക്കൂ എത്ര നിഷ്പക്ഷമായി ഓരോ ബിരിയാണി നിരന്നു കിടക്കുന്നു. നിങ്ങൾ എല്ലാരും ചേർന്ന് അവിടെ ഇരുന്ന് അരിയിൽ കുളിച്ചാടേ. മഴവെള്ളം പോലും വീണാൽ ഒരിടത്ത് കൂടിയേ ഒഴുകൂ. ഇതെന്താണ് ഇത്? ചെർണോബിൽ ബോംബിട്ട് ചിതറിച്ച പോലെ. ആ ഇട്ടേക്കുന്ന ടീഷർട്ടാണ് ഇവരെ പോർട്ട്ഫോളിയോ റെസ്യൂമും. ഇവിടുത്തെ പണി പോയി അടുത്തടുത്ത് കയറി ആ ടീഷർട്ട് ഊരി കാണിച്ചാൽ മതി. അതാ ഇനി വരാൻ പോണ അണ്ണ ഒരൊറ്റ ഒരുത്തനേ ഉള്ളേ. 9 ഉണ്ടാക്കാനുള്ള ജനറ്റിക് എഞ്ചിനീയറിംഗ് നടന്നതാണ്, പക്ഷെ പരാജയപ്പെട്ടു. നീ ആ സ്വാതി മുക്കിന്നൊക്കെ ഒന്ന് വെളിയിൽ ചാടി കുറച്ചുകൂടെ ഒന്ന് ഇവോൾവ് ആവുക കേട്ടാ. എന്നെ കൊണ്ട് ഇവിടെ അച്ചാർ പോലും പച്ചക്ക് തിന്നാൻ പറ്റൂല. അപ്പോഴോടെ ഒരുത്തം പച്ച തലച്ചോറ് ചവയ്ക്കാണ്. എന്തിനാ തീ കണ്ടുപിടിച്ച് നമ്മൾ തറ തുടയ്ക്കാന്? അവന്റെ വേറെ എനിക്കെന്തരന്റെ കേട്, ഞാൻ പോണു. പണ്ടുള്ളവരൊക്കെ അല്ലെങ്കിലും പച്ചക്കെന്നെ തിന്നോണ്ടിരുന്ന ഇവൻ പണ്ടുള്ളവനാണ്. ഇവന്റെ വായു നാറൂലേ എന്തോ. ആ നാട്ടിൽ ഇറച്ചിക്കട കയറി മാംസം തെരഞ്ഞെടുക്കാനുള്ള അധികാരം ഇവന് മാത്രമേ ഉള്ളൂ. കണ്ണിന്റെ അറ്റത്ത് ആ ദ്രാവകം കലർന്ന മാംസമാണ് അവൻ തോണ്ടണം. ഓ ഐശ്ശേരി, അപ്പൊ വർഗ്ഗബോധമൊക്കെ ഉണ്ട്, കൂട്ടുകാരനും കൊടുക്കും. ശരിയപ്പോ ഞാൻ പോണു, കുടുംബത്തിൽ കയറാൻ നേരായി. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, ബോക്സിംഗ് വേൾഡ് ഹെവി വെയിറ്റ് ചാമ്പ്യൻഷിപ്പിന് തയ്യാറാവുന്നവർക്ക് വേണ്ടിയുള്ള പ്രത്യേക തരം പ്രോട്ടീൻ ഷേക്കാണിത്. ഈ ഉണ്ടാക്കുന്നവനെ നമ്മൾ മനുഷ്യർ തന്നെ മനുഷ്യർക്കിടയിൽ പറഞ്ഞ് ഒത്തുതീർപ്പാക്കി നിർത്തണം കേട്ടോ. ഇല്ലേവൻ 4 നാരങ്ങ തീർത്തളി മനുഷ്യയുഗം. ഓ മൈ കടവുളെ, ആം ഐ അലൗഡ് ടു ഡു ദിസ്? ആ പിതിങ്ങിച്ചെത്ത പാറ്റയുടെ നാറ്റവും ഇടിഞ്ഞു മുറുകിയ ലെമണിന്റെ ജ്യൂസും വിറ്റമിൻ സിയും പ്രോട്ടീൻ യു അമ്പും പെർഫെക്റ്റ് ഫോർ എ ഡയറ്റ്. ആതിരയുടെ കല്യാണത്തിന് മോതിരം വാങ്ങിച്ചു കൊടുക്കാൻ നിന്ന ഞാനാണ്. ഇത് കണ്ടിഞ്ഞ് വയറിളകി ഇവിടെ കിടക്കേയുള്ളൂ. ഭാഗ്യം എനിക്ക് ചൈന ഭാഷ മനസ്സിലാവാത്തോണ്ട് ഇത് എന്താണെന്ന് മനസ്സിലായില്ല. ചൈനക്കാർ പോലും നിന്നെ ശത്രുവട്ടാണ്ടാ കാണുന്നത്. ഷാങ്ജി പിൻ മോനെ. നാരങ്ങ കുത്തിച്ച് നന്നായി കുടിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് മണപ്പിക്കാം. ഫോർ ദോസ് ഹു ഡ്രിങ്ക് ഐ വിൽ ഗിവ് യു അഡ്രസ്. ഡോണ്ട് ഗോ ടു ബാർ, ഡ്രിങ്ക് ദിസ്. വിത്ത് ഓൾ റെസ്പെക്ട്, നൗ ഐ നോ വൈ കൊറിയ ഈസ് ബെറ്റർ. എവന്റെ മുമ്പെങ്ങാണ് ഇതിരുന്ന് കണ്ട് ഛർദിച്ച ആ ഛർദിലോ പ്ലാസ്റ്റിക് അവർ പൊഞ്ഞോണ്ട് പോകും. അപ്പൊ ശരി, ഞാൻ പോണു. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, ആർഷഭാരതത്തിലെ സ്ത്രീകൾ ഇന്ന് ആകാശത്തോളം ആദരണികളാണ്. അമ്മയാകാനും അമ്മൂമ്മയാകാനും അമ്മായിയാകാനും മാത്രമല്ല അമരത്തിരിക്കാനും അവർ തെളിയിച്ചിരിക്കുന്നു. ആധികാരികമായി ഞാൻ ഒന്നും പറയുന്നില്ല, നിങ്ങളുടെ കാഴ്ചയിൽ അതിന് ഉത്തരമുണ്ടല്ലോ. സ്ത്രീകളെക്കാൾ ഉപദ്രവിക്കപ്പെട്ട ഒരു വർഗം വേറെയില്ല. അതിനാൽ ഒരാഴ്ചത്തേക്ക് എന്റെ നാവിന് ലീവ്. 8 2 മുട്ടിൽ 150 വെള്ളം. ശേഷം അന്ത്യശ്വാസം ഉള്ളിലേക്ക് വലിച്ച് സൂചി നാക്ക് പുറത്തിട്ട് 2 വികൃത ചുമ. മുഖം നോക്ക് നല്ല ഹാസ്യ നടനാവാനുള്ള ഛായ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ കുടലിനപ്പുറത്തേക്ക് ഉപനിഷ്ക്രമണം അസാധ്യം. ഈ മനോഹര രാജ്യത്തെ കൂടുതൽ ആദരിക്കാനുള്ള കാരണങ്ങളൊക്കെ ഇവരാണ്. ഈ നാട്ടിൽ മുക്കിനൊരു ആമാശയശാലയും ഒരു ആരാധനശാലയും നിർബന്ധം. ആധുനികതയുടെ നെറുകയിലെത്തിയ മനുഷ്യന്റെ കഴുത്തിലിട്ട ഊരിയ കുരുക്കാണ് ഇന്ത്യൻ തെരുവോടെ ഭക്ഷണം. യെസ്, വൈ നോട്ട്? ഗോത്രവും മൂത്രവും മോൺസ്റ്റർ എനർജിയും ഗണേശ് വെച്ച് തിരുമേ കയ്യിൽ ഒലിച്ച മലവെള്ളവും ഇതെല്ലാം ചേർത്ത് നമുക്ക് വെറൈറ്റി ഉണ്ടാക്കാമല്ലോ. പൂനമ്മാണ്ടയുടെ ഓൺലി ഫാൻസ് ആപ്പി പോലും ഇത്രയും വെറൈറ്റി. പിന്നെ കുഴപ്പമില്ല, അവിടെ 1 ലക്ഷം പേർക്ക് ഒരു ശൗചാലയം വെച്ചെന്ന കണക്കിലുണ്ട്. അതുകൊണ്ട് എന്ത് ഇഷ്ടം പോലെ സമയം ക്യൂ നിന്ന് വയറിളക്കി കളിക്കാം. അപ്പൊ ശരി, ബൈ, മേഘയ. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, നോക്കൂ എന്റെ കമന്റ് ബോക്സ് ഞാൻ ഇന്നൊരു ദിവസത്തേക്ക് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അവിടെ അഴിഞ്ഞാട്ടവും അക്രമവും നടക്കാൻ സാധ്യതയുണ്ട്. ഇവനെതിരെയുള്ള പ്രക്ഷോഭത്തിൽ നിങ്ങളും കൂടെ കൂടിക്കോളൂ. എടാ, കബറിന്ന് ഇറങ്ങി ഓടിയ കരിഞ്ചട്ടി മകനെ. ഇവന്റെ പേര് മദർ ചോദി എന്നാണെന്നും തോന്നുന്നു. അല്ല, ഈ വീഡിയോയുടെ കമന്റ് ബോക്സ് നിറച്ച് ഞാൻ അങ്ങനെയാ കണ്ടത്. ഇരയെ കണ്ട് പതുങ്ങിയിരിക്കുന്ന ഒരു കടുവ കുഞ്ഞിരിക്കുന്ന ഇവന്റെ കടുക്ക കടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ ബ്രെഡ് ആണെന്ന് പറഞ്ഞെടുത്ത് വെച്ച് പൊരിക്കണാണോ എന്തോ. ഇവന് ബുദ്ധിയിലെന്ന് പ്രത്യേകം പറയണ്ടല്ല. നാട്ടിൽ അശയിലൊക്കെ തൂക്കിയിട്ടേക്കുന്ന അണ്ടർ ഗാർമെന്റ്സ് അടിച്ചോണ്ട് പോകണ ഒരുത്തില്ല, അത് ഇവനാണ്. യു ആർ വെരി നോൺസെൻസ് ബോയ്. യു ഹാവ് നോ ബുദ്ധി എല്ലാം പോയി. യു കാൻ ഗോ വൈറൽ ലൈക്ക് ദിസ് മൈ ബ്രോയ്. യു ആർ ഇഡിയറ്റ് ഇൻ ദ വേൾഡ്. ഓ അപ്പൊ ഞാൻ പോട്ടെ, ഓക്കെ ബൈ. ഓയ് സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, കാണാൻ സുമുഖൻ, അവിടുത്തെ പ്രമുഖൻ, വീട്ടിലെ കുടുംബസ്ഥൻ, സ്ട്രീറ്റിലെ വിദഗ്ധൻ, കരകൗശലത്തിൽ കെങ്കേമൻ, കെബാബ് ഉണ്ടാക്കി വിറ്റവരിൽ കോടീശ്വരൻ. സുഹൃത്തുക്കളെ, ഒരു ബക്കറ്റ് വെള്ളത്തിൽ തുടങ്ങിയ കടയാണിത്. ഇന്ന് 1 ടൺ ക്രൂഡ് ഓയിലിൽ നിൽക്കൂല. മുട്ട പൊട്ടും മുന്നേ നമ്മൾ ഇവനൊരു വിപത്താണെന്ന് തിരിച്ചറിഞ്ഞില്ലേ? അതാണ് ഇവരെല്ലാം കൂടി ചേർന്ന് ഇവർക്കെതിരെ ഈ നാട്ടിന് ഇവർ തന്നെ കൊടുത്തിരിക്കുന്ന വിധി. വൈദഗ്ധ്യമുണ്ട്, വൃത്തിയില്ല, വിവരമില്ല, വിദ്യാഭ്യാസമില്ല. വിളിച്ചു പറഞ്ഞു കൊടുക്കാൻ വീട്ടുമുറ്റത്ത് പോലും ഒരാളും ചെന്നിട്ടേയില്ല. വാ ഹരേ വാ, വാഴ്ത്തപ്പെട്ട വിഷം കുഴച്ചു വെച്ചിരിക്കുന്നു.
വായിക്കുന്നു. കുമാരനാശാന്റെ കവിതയും കാളിദാസന്റെ കാവ്യവും കാഠ്മണ്ഡുവിലിരിക്കുന്ന ഈ അണ്ണന്റെ കബാബും. നോക്കൂ എത്ര മനോഹരമായാണ് ആ കൊറിയോഗ്രാഫി ചെയ്യുന്നത്. കൃത്യം നടത്തിയിട്ട് മുങ്ങിക്കളയുന്ന സ്വഭാവമൊന്നും അണ്ണനില്ല. കൃത്യം നടത്തുകയും ചെയ്യും, അത് അവിടെ ഇരുന്ന് വിൽക്കുകയും ചെയ്യും. 10 തലമുറയ്ക്കിപ്പർ നിറവേറ്റി വരുന്ന കാര്യമാണ്. നിഷ്പശം ചെയ്തിരിക്കും. ഇതൊക്കെ ചെയ്യാൻ ട്രഡീഷണൽ തെണ്ടികൾക്കും പ്രിവിലേജ്ഡ് പാവങ്ങൾക്കും ഗവൺമെന്റ് സർട്ടിഫിക്കറ്റ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ കടയുടെ മുന്നിലൊക്കെ സൂചി കുത്ത ഇടയില്ലാത്ത തിരക്കാണ്. ഞാൻ പോണേണ്. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, കുറച്ചു നാളുകളായി വടക്കേന്ത്യയിൽ നിന്ന് കേരളത്തിലോട്ടുള്ള കടം കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ. അവരോടുള്ള ആദരവ് പ്രമാണിച്ച് വീട്ടിൽ തന്നെ എല്ലാരും ഓരോ പാനിപൂരി ശാലകൾ തുറക്കണമെന്നാണ് എന്റെ ഒരു ഇത്. പിന്നെ ദിത് അവിൽ മിൽക്കിനെ ലേസിനോട് അടുക്കാനും പ്രേരിപ്പിച്ചൊരുത്തന്റെ കഥയാണ്. ഇത് ഒരു വട്ടം ട്രൈ ചെയ്ത അടുത്ത വട്ടായി പോകും. പാത്രം കിട്ടാത്തോണ്ട് കാസ്ട്രോളിൽ കലക്കുന്നു. ഓ ജീവിതത്തിൽ ഇന്നോവേഷൻ ഇടം പിടിച്ചവനെ. ഇതിഹാസത്തിൽ മെസ്സി കപ്പെടുത്ത പോലെ നിങ്ങൾ ഇത് കഴിച്ച് കക്കൂസിൽ കപ്പെടുക്കും. ഇത് കുടൽ ക്ലീൻ ചെയ്യാനുള്ള മരുന്നായി മെഡിക്കൽ സ്റ്റോറിൽ വിറ്റ കോടികൾ ഉണ്ടാവും. ബ്രോസ് റെസിപ്പീസ് സോ അണ്ടർറേറ്റഡ്. ഐസ് സദ്യയുടെ കൂടെ ബോളിക്ക് മുകളിൽ ഇത് വിളമ്പണം. അല്ലെങ്കിൽ ഈ ചൂടത്തിച്ചിരി വീർക്കുന്ന നല്ലതാ. വിഷാംശമൊക്കെ അങ്ങ് പോട്ട് ബോഡിയില്ല. 2 പാറ്റാഗുളിയും കൂടി ഇടായിരുന്നു. ഇത് കഴിച്ചുടഞ്ഞ ചൂടുവെള്ളത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കുടിക്കണം, ഇല്ലെങ്കിൽ പതക്കള നീര് വരും. വെൽഡൻ ബ്രോ, എനിക്ക് ഇത് ട്രൈ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഞാൻ വീഡിയോ ഇടാൻ കാണൂലല്ലോ. അപ്പൊ ശരി, ബൈ ഖുദാ ആപ്പീസ്. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, ആയുർവേദ വൈദ്യ അണ്ണനോട് ആരോഗ്യം മെച്ചപ്പെടാൻ പച്ചക്കറി തിന്നാൻ പറഞ്ഞു. ആ മരം കൂടി അച്ചാരം മുക്കിങ് മുണുങ്ങ്. ഇവൻ കാരണം സസ്യഭുക്കൾ എല്ലാം ഇപ്പൊ തിന്നാൻ കിട്ടാതെ വായും തുറന്ന് നടക്കുകയാണ്. ഇവിടെ ദാ നോക്കൂ, വേറൊരു ജീവജാല വിരുദ്ധി. ഉറുമ്പും കൂടിന്റെ മുകളിൽ നൂഡിൽസ് ഇട്ട് കഴിക്കണമെങ്കിൽ ഇവന് ചില്ലറ കഴപ്പൊന്നുമല്ല. ഇവന് ജനനേന്ദ്രിയമല്ല, കഴപ്പേന്ദ്രിയമാണുള്ളത്. കോപ്രായ കുമാര എടാ, നിനക്ക് അപാര മനക്കട്ടി. നിന്റെ തൊലിക്കട്ടി എന്റെ കുരു പൊട്ടി. നിനക്ക് എന്റെ വക അവസാനത്തെ കപ്പലാണ്ടി. എന്താണ് ഇത്, കോൺക്രീറ്റ് മിക്സ് ചെയ്ത ബിരിയാണി ഉണ്ടാക്കിയതാണോ? ഇനി എന്റെ വിവരമില്ലായ്മയാണോ? ഒരു പക്ഷെ ഇങ്ങനെയാണോ ഇനി ബിരിയാണി ഉണ്ടാക്കുമ്പോ? എനിക്കല്ലേലും ബിരിയാണി തിന്നാനല്ലേ അറിയോ. ബിരിയാണി ഉണ്ടാക്കണം എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ലല്ല. ചെമ്പിക്കുത്തിയ കമ്പി വളയണമെങ്കിൽ അതിൽ ചേർത്തത് അംബുജ സിമന്റ്. ചെമ്പ് കോരി മറിച്ചിടാൻ ബാറ്റിസ്റ്റേ വിളിക്കേണ്ടി വരുമല്ല. അടുത്ത ചെമ്പ് കോര ഇനി ആ കമ്പി ആര് നോക്കുമെന്തോ. എനിവേ ഞാൻ പോകുന്നു. വി സി ടുമോറോ. ബൈ. സഹൃദയ ഭക്ഷണ വിശ്വാസികളെ, എന്റെ കണ്ണുകൾക്ക് ഛർദ്ദിക്കാൻ ശേഷി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൊപ്പിളിച്ചേനെ. ക്ലോസറ്റിൽ നിക്കറിട്ട് കൊടുത്തൊരു പാചകം ചെയ്യണ നായെ. അവന്റെ ഗ്രാൻഡ്മ പറഞ്ഞു കൊടുത്ത ട്രിക്കാണെന്ന്. മുന്നേ ആ കിളവി ചാവാൻ നേരം നിന്നെ തേച്ചതാണ്ടാ. സത്യം പറഞ്ഞോടാ, ഇതിന്റെ പുറകിൽ നിനക്കുള്ള രാഷ്ട്രീയ അജണ്ട എന്ത്? സുഹൃത്തുക്കളെ, ദിസ് ഈസ് ദ പൊറോട്ട വിത്ത് സം ഡയറി ആൻഡ് വോമിറ്റ്. എനിക്ക് ഉറപ്പാണ് ഇതിന്റെ മധ്യസ്ഥയിൽ എവിടെയെങ്കിലും വെച്ച് 5 വിരലും എണ്ണ ഉറിഞ്ചി കാണും. നല്ല ക്ലീൻ ഷേവ് ചെയ്ത മോന്തിൽ ഇവന്റെ കൈ വെച്ച് 2 ഒരസ്യ തിളങ്ങും. ഇവന്റെ ഈ കൈ കൊണ്ട് മണ്ണിലൊന്ന് കുത്തിയിട്ടെടുത്ത കൈ നിറച്ച് വജ്രം കിട്ടും. ആഹാ, എടാ പരത്തിവീര, മനോഹര, ദിവാകര. ഇതൊക്കെ കഴിച്ച വയറിനകത്തെ നെബുള വരെ ഇളകും. അതാണ്ട് ആർട്ടിസ്റ്റ് രാമ രവിഫുണ്ട. ചുമരെഴുത്ത്, ചാണാൻ തളിക്കൽ, ചൂട്ട് കത്തിച്ചോണ്ട് ഓടൽ, ചാമ്പൽ വാരൽ, ചാന്ത് കുഴയ്ക്കൽ, ചില പ്രത്യേക സമയങ്ങളിൽ ചൗരിക്കൽ. ഇതൊക്കെയാണ് ഇവന്റെ പണി. 1.5 മാസമായിട്ട് വയറ്റിന്ന് പോത്തൊരു കാക്കയ്ക്ക് പെട്ടെന്ന് വിരളക ഇതുപോലെ ഇരിക്കും. ഒരു പരന്ന പാത്രത്തിൽ പറന്നുപോയ പ്രാവിൻ കൂട്ടം പൂച്ചിച്ചതാണെങ്കിലും ഇങ്ങനെ ഇരിക്കും. 6 മണിക്ക് നിർത്തിയിട്ട മരത്തിന്റെ ചോട്ടിലെ കാറിന്റെ മുതുകും ഇതുപോലെയാണ്. അത് നീ കീറാതെ എടുത്തല്ലോടാ. കല്യാൺ സിൽസിൽ കൂടെ അവര് സാരിയായിട്ട് വിൽക്കും. ശരിയെന്ന സാരേ ജഹാംസെ പുച്ഛ. ശരിക്കും ഈ വീഡിയോ കണ്ട് ഞാൻ അടിച്ച കൺഫ്യൂഷൻ ലീലാകൃഷ്ണന്റെ ബാലാമണിന് മുന്നിൽ മുണ്ടെടുത്ത് പോണോ മുല്ലപ്പൂ ചൂടി പോണോ എന്ന് പോലും തോന്നിക്കാണൂല. എന്താണ് ഈ ഉണ്ടാക്കണേന്ന് മനസ്സിലായി. ഇതാണ് സോന പപ്പാടെ മുടി. സോൻ പായി പിടി, സോൻ പാപ്പിടി. അത് തന്നെ. 1000 മുണ്ണകൾക്ക് അരമുണ്ണാന്ന് നിങ്ങൾ കേട്ടില്ല. അതുപോലെ ഓരോ അരമുണ്ണയും ചേർന്നാണ് ഇത് ഉണ്ടാക്കണ. സത്യ അസ്ഥാനത്ത് പലയിടത്തും കയറി ഇവർ ഗ്ലൗസും ഹൈജീനും കാണിക്കുന്നുണ്ട്. എന്നാൽ പല പ്രഥമ പ്രത്യുൽപാദന സ്ഥലത്ത് ഇവന്മാര് വൃത്തിയിട്ട വെളിച്ചപ്പാടിന് ഇറക്കി വിടുന്നുണ്ട്. ഇതിപ്പോ തിന്നിട്ട് സമാധാനമായിട്ട് തലവെച്ച് തറയിൽ കിടന്ന് ഉറങ്ങാമോ? അത് അവസാനം തിന്നിട്ട് തിക്കട വിട്ട് തട്ടുംപുറത്ത് ഉച്ചയും കുത്തി ചാടേണ്ടി വരും. തറയിൽ ഇടുന്നുണ്ട്, തടവുന്നുണ്ട്, താരാട്ടുന്നുണ്ട്, താണ്ഡവം വരെ ആടുന്നുണ്ട് അവന്മാര്. എന്തായാലും ഒന്നുറപ്പാണ്, ഓണ സമയത്ത് നിന്ന് വാങ്ങിച്ചില്ലേ ഓളം വെട്ടി കിടക്കും വീട്ടിൽ. വലിയ രീതിയിൽ വായു വിഷാംശവും വേഷവിഷാദവും അതിനകത്ത് നടക്കുന്നുണ്ട്. നോക്ക്, ഈ വയറ് വേട്ടക്കാർ തീർത്ത മായാണ്ടി ലോകത്തിലെ മാതക കൃമികളാണ് നമ്മളെല്ലാം. ഒരിടത്ത് ഓസ്ട്രിച്ച് അതിന്റെ മുട്ട സൂക്ഷിക്കണേക്കാളും സൂക്ഷ്മതയോടാണ് കാര്യങ്ങൾ ചെയ്യണം. എന്നാ മറ്റൊരിടത്ത് മലമുണ്ണ മുതലേക്ക് മുട്ട സർബത്ത് ഉണ്ടാക്കി കൊടുക്കണ പോലെ ഒരു ബന്ധമില്ലാതെ ഇരുന്ന് ചെയ്യണം. നല്ല വായന നാറ വായന ഒരേ സ്ഥലത്ത് പണിയെടുത്താൽ ഇങ്ങനെ ഇരിക്കും. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്